നമസ്കാരം. ഭ്രാന്ത് എഴുതുന്നവർക്കെല്ലാം ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഭ്രാന്തിനെ പറ്റിയുള്ള പുസ്തകങ്ങൾ എത്രയുണ്ടെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഒരുപാടൊന്നുമില്ല. പക്ഷേ ഭ്രാന്തിനെ പറ്റി ഭ്രാന്തുള്ളവർ എഴുതുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും അതിന്. അത്തരത്തിലൊരു പുസ്തകമാണ് ഭ്രാന്തിൻ്റെ നിറം. നയന വൈദേഹി സുരേഷ് എഴുത്തുകാരിയാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ഞാനിതിലെ ഒരു വരി വെച്ച് തുടങ്ങാം. ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന കട്ടിൽ, ഒരാൾക്ക് മാത്രം പുതയ്ക്കാൻ പറ്റുന്ന പുതപ്പ്, ഒരാളുടെ വസ്ത്രം മാത്രം കൊള്ളുന്ന അലമാര. ഇതിനപ്പുറം ഒരാൾ തനിച്ചാണെന്ന് ലോകത്തിന് എങ്ങനെ പറയാൻ പറ്റും? ഇത് വെർജീനിയ വൂൾഫിൻ്റെ, നമ്മളിപ്പം മനോരഥങ്ങൾ എന്ന് പറയുന്നൊരു സീരീസ് ഇറങ്ങിയപ്പോൾ കാഴ്ച എന്ന് പറയുന്ന MTയുടെ നോവലിലെ ചെറുകഥയിലെ ഒരു പോർഷൻ നമ്മളെല്ലാവരും ഭയങ്കര റീലിൽ വൈറലായി കണ്ടിരുന്നു. പാർവതി തിരുവോത്ത് അഭിനയിച്ച അതിൽ പറയുന്നൊരു സംഭവമുണ്ട്, വിർജീനിയ വൂൾഫിൻ്റെ റൂംസ് വൺസ് ഓൺ എന്ന് പറഞ്ഞ ഇത്. അതിൽ ഒറ്റയ്ക്കിരിക്കുന്ന റൂം എന്ന് പറയുന്നത് ഒരാൾക്കൊരിടം ഒറ്റയ്ക്ക് വേണം സ്വന്തമായി, അയാൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി ഒരു റൂം വേണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്പേസ് എല്ലാ മനുഷ്യർക്കും ആവശ്യമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭ്രാന്തിൻ്റെ നിറത്തിൽ നന്ദിത പറയുമ്പോൾ നമുക്ക് ഭയങ്കര വേദന തോന്നും. ഒരാളുടെ ജീവിതത്തിലെ തനിച്ചിരിക്കേണ്ട ഒരിടത്തിനെ പറ്റി രണ്ട് രീതിയിൽ നിർവചിക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് സന്ദർഭങ്ങളിലും. അതിനെപ്പറ്റി എന്താണ് നയന ചേച്ചിക്ക് പറയാനുള്ളത്? ഈ തനിച്ചാവുന്നതും തനിച്ചാക്കപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് തനിച്ചിരിക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് സന്ദർഭങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ കൂടെ ആരെങ്കിലും വേണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഞാൻ തനിച്ചാക്കപ്പെടുന്ന അവസ്ഥകളും എൻ്റെ ലൈഫിലുണ്ടാവും. ഇപ്പോൾ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ അടച്ച് കുറ്റിയിട്ട റൂമിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം, പക്ഷെ അത് പുറത്തുനിന്ന് കുറ്റിയിട്ട റൂമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് ആളുകൾ വേണം നമുക്ക് ചുറ്റും, നമ്മളെ മനസ്സിലാക്കുന്ന. നമ്മൾ ജീവിച്ച് വരുന്ന ഒരു കാലഘട്ടം, ഉറക്കം കഴിഞ്ഞ് നമ്മൾ ജീവിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം. ആ സമയത്ത് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ കൂടെ നടക്കാനും നമുക്ക് വേണം എന്ന് തോന്നുന്ന മനുഷ്യന്മാരുണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് അവിടെ തനിച്ചായി പോകുന്ന മനുഷ്യന്മാരുണ്ട്. ഇപ്പോൾ ആൾക്കൂട്ടത്തിൽ തനിയെ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ വന്നിട്ടുള്ള വാചകങ്ങൾ, അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു തീർത്താലും അതിൻ്റെയൊക്കെ ആഴം ഒരു മനുഷ്യൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം നമ്മൾ പുസ്തകത്തിലേക്ക് കിടക്കുമ്പോൾ നോർമലി നമ്മൾ നോവൽ എന്ന് പറയുന്നത് ഭാഗങ്ങളായിട്ടാണ് കാണുക, 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ആമുഖത്തിൽ ചേച്ചി എഴുതിയിട്ടുണ്ട്, ഭ്രാന്തിന് നിറങ്ങളുണ്ടോ? ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഒരുപാട് നിറങ്ങളുണ്ട് ഭ്രാന്തിന് എന്ന് പറഞ്ഞിട്ട്. എനിക്കിതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയൊരു സംഭവം അതാണ്. 1, 2, 3 എന്നുള്ളതിന് പകരം കറുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ എന്ന് പറഞ്ഞിട്ട് നിറങ്ങളായിട്ടാണ് ഭാഗങ്ങൾ വന്നിരിക്കുന്നത്. അതെന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു? എന്താണ് അങ്ങനെ കൊടുക്കാനുണ്ടായ റീസൺ? ഈ ഭ്രാന്തന്മാർ പലതരത്തിലല്ലേ, കൂടിയത് തൊട്ട് കുറഞ്ഞത് വരെയുള്ള ആളുകളുണ്ട്. സ്വയം ആസ്വദിക്കുന്നവരൊക്കെ ഭ്രാന്തന്മാരായ ഒരു കാലഘട്ടം കൂടിയാണെന്ന്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തനാവുന്നവനാവാം ചിലപ്പോൾ ഭ്രാന്തനായിട്ട് മാറുണ്ടായിരിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ നിറങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ് കേട്ടോ. ഇതിലെ കറുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള എന്ന് പറയുന്നത്, കറുപ്പ് അതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരവസ്ഥയാണ്. ഇതുപോലെ തനിച്ചാക്കപ്പെടുന്ന ഒരുപാട് ഭ്രാന്തന്മാരുടെ ഇടയിലാണെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. അവർ കരയുന്നതോ അവർ ചിരിക്കുന്നതൊന്നും, നമ്മൾ വെറുതെ ഒരു സ്ഥലത്തിരുന്ന് കരയുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്താ എന്ന് ചോദിക്കാൻ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഭ്രാന്താശുപത്രിയിൽ ഒരാളിരുന്ന് കരയുമ്പോൾ അവൻ്റെ അടുത്ത് പോയ ഒരാളും ചോദിക്കില്ലേ എന്തിനാ കരയണേ എന്നുള്ളത്. അവിടെയാണ് ശരിക്കും അവൻ ഒറ്റപ്പെട്ടു പോകുന്നത്. അത് തന്നെയായിരുന്നു അതിൻ്റെ കറുപ്പ്. അതിൻ്റെ വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചറിയപ്പെട്ട്, നമുക്കറിയാം നമ്മളൊരു ഭ്രാന്താശുപത്രിയിൽ കിടക്കുകയാണ്, ഇതൊരു മതിലിൻ്റെ ഉള്ളിലാണ്, ഇതിന് പുറത്തൊരു ലോകമുണ്ട്. ആ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്രയും നാൾ അയാൾ കണ്ട അതിൻ്റെ ഉള്ളിലെ പൂക്കൾ, അതിൻ്റെ ഉള്ളിലെ മഴ, അതിൻ്റെ ഉള്ളിലെ വെയിൽ മാത്രം, അതൊന്ന് വ്യത്യാസമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇനിയൊരു ലോകമുണ്ട് എന്നറിയുന്നിടത്താണ് ഞാൻ വെള്ളയിൽ ഈ കഥ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലെ മഴയും അതിൻ്റെ ഉള്ളിലെ പൂക്കളും അതിൻ്റെ ഉള്ളിലെ നിറങ്ങളും പറഞ്ഞു നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ള. ഇപ്പോൾ എനിക്ക്, ഞാൻ ചെറുകുട്ടിരിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് മകൾക്ക് എന്ന് പറയുന്ന സിനിമ. എനിക്ക് എപ്പോൾ കണ്ടാലും കരച്ചില്ലെങ്കിൽ ഒരു പാതിരാത്രി 2:30 അത് കണ്ട അച്ഛൻ്റെ അമ്മയുടെ നടുക്കിരുന്ന് കരഞ്ഞിട്ടുണ്ട് ഞാൻ. അന്ന് ആ പ്രായത്തിൽ അത് എത്രത്തോളം കൊണ്ടു എന്നുള്ളതറിയാം. അപ്പം ആ തരത്തിൽ ഇപ്പോഴും ആ ഒരു പാട്ട്, ചാഞ്ചാടിയാടി എന്നൊക്കെ പറയുന്ന പാട്ടിൻ്റെ സീൻസ് കാണുമ്പോഴും എന്തൊരു ഭയങ്കര ഒരു ഇരുട്ട് നിറഞ്ഞ, അല്ലെങ്കിൽ അത്രയും ഡള്ളായിട്ടുള്ള ഒരു കളറാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഒരിക്കലും അവിടെയുള്ള മനുഷ്യർ മനസ്സമാധാനത്തോടെ അല്ല ഇരിക്കുന്നതെന്ന് നമുക്ക് അതിൽ നിന്ന് മാത്രം മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടുത്തെ ഈ ഒരു ആശുപത്രി എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ നമുക്കും കൂടെ അവിടെ പോയി ഇരിക്കാൻ തോന്നുന്ന, അല്ലെങ്കിൽ
ആളുകൾക്ക് സ്വയം കണ്ടെത്താവുന്ന സന്തോഷങ്ങൾ ഉണ്ട് എന്ന് നന്ദിതയായാലും പാർവതി ആയാലും ദിനേശ് ഏട്ടനായാലും ഒക്കെ കാണിച്ചു തരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനൊരു ആശുപത്രി, ശരിക്കും അങ്ങനെയാണോ, എങ്ങനെയാണ് ഈ ഒരു ആശുപത്രി പശ്ചാത്തലം? അതൊരു എനിക്കൊന്നും ഇതിൽ കൂടുതലും ഈ പറയുന്നത് പോലെ നമ്മൾ ഭ്രാന്തൻ അല്ലെങ്കിൽ ഭ്രാന്തി എന്നുള്ള രീതിയിലുള്ള കവിതകളും കഥകളും വേറെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് വായിക്കുമ്പോൾ ത്രൂ ഔട്ട് നന്ദിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സ്ത്രീയുടെ കഥാപാത്രത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സ്ത്രീ ഭ്രാന്തിയാണ്. അപ്പോൾ ഒരു ആ രീതിയിലൊരു വായന വരുന്ന സമയത്ത് നമ്മൾ പെൺജയിലുകൾ എന്ന് പറയുന്നത് പോലെ തന്നെ അധികം എക്സ്പോസ്ഡ് ആവാത്ത ഒരു ഇതാണ് സ്ത്രീകളുടെ മെൻ്റൽ സ്പേസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനൊരു കഥാപശ്ചാത്തലത്തിലേക്കും ആളുകളിലേക്കും ഞാൻ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഭ്രാന്താശുപത്രി കണ്ടിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടോ? ഇല്ല. അവിടെയാണ് നമ്മുടെ കുറവ്. നമ്മൾ കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ആരെങ്കിലും കാണിച്ചു തരുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നേരത്തെ അല്ലെങ്കിൽ ഞാൻ അതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, പെമ്പർനോത്തി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഇന്റർവ്യൂവിൽ, നമ്മൾ സിനിമയിൽ കണ്ട ജയിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിയമങ്ങൾ എല്ലാ സമയത്തും മാറുന്നുണ്ട്, അതിൻ്റെ ഉള്ള സിറ്റുവേഷൻസ് മാറുന്നുണ്ട്. പിന്നെ അവർ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കണു എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ജീവിക്കണ്ടേ എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ഉത്തരം. അതെ. ഇതിനകത്ത് നമ്മൾ കേട്ടിട്ടില്ലേ, ബഷീർ പറയുന്നൊരു കോട്ടുണ്ടല്ലോ, ഭ്രാന്ത് വരാനും ഒരു യോഗ്യത വേണം എന്ന് പറയുന്നത്. നമ്മുടെ നന്ദിത തുടക്കത്തിൽ പറയുന്നുണ്ട്, ഭ്രാന്ത് വരിക എന്ന് പറയുന്നത് ഒരുതരം സ്വാതന്ത്ര്യമാണ്. അത് ആ ആൾക്ക് ഇപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തും ചെയ്യാം, ആരും ഒന്നും ചോദിക്കില്ല. മനാഫിൻ്റെ ആ ഒരു യോഗ സമയത്തെ സിറ്റുവേഷനിൽ ചിരി അടക്കി പിടിച്ച് ഇതിൻ്റെ അവസാനം ഇടയ്ക്കിടയ്ക്ക് ചിരി പുറത്തേക്ക് വരുന്നത് കേട്ടിട്ടും ആരും ഒന്നും പറഞ്ഞില്ല. കാര്യം ഞാൻ ഭ്രാന്തിയാന്നുള്ള ലേബലുള്ളതുകൊണ്ട് ആർക്കും ആ ചിരി അസഹ്യമായിട്ട് തോന്നിയില്ല എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ അവസാനത്തിലേക്ക് വരുമ്പോൾ നന്ദിത തന്നെ പറയുന്നുണ്ട്, ഇനി ആർക്കും ഭ്രാന്ത് വരാതിരിക്കട്ടെ, ആരും ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് പറയുന്നൊരു ഇതിൽ പറയുന്നുണ്ട്. ആ ഒരു വേരിയേഷൻ, അതായത് തിരിച്ചറിവാണോ അത്, അതോ അവർ ഈ പറയുന്ന പോലെ അവിടെ സന്തോഷവതി ആയിരുന്നു എന്ന് പലപ്പോഴും നമുക്ക് തോന്നുമ്പോഴും തിരിച്ചങ്ങോട്ട് പോകണ്ടെന്നൊരാഗ്രഹം നന്ദിതയ്ക്ക് അവശേഷിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാറുള്ളത്? എല്ലാ സ്വാതന്ത്ര്യവും ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പൊ നമുക്കൊരു വലിയ കൂട് പണിതിട്ട് ഒരു നായനെയോ പൂച്ചേനെയോ അതിൻ്റെ ഉള്ളിൽ ഇട്ടാൽ അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അതിന് നടക്കാം. പക്ഷെ പുറത്തൊരു ലോകമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെയ്യേണ്ട നേരത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ടാവും, ഒന്നും വേണ്ട. നമ്മൾ ഒരു പഞ്ചസാര കണ്ട ഒരു ഉറുമ്പിന് എത്ര സന്തോഷം ഉണ്ടായിരിക്കും. പക്ഷെ പഞ്ചസാര പാത്രത്തിൽ വെട്ടുപോയ ഒരു ഉറുമ്പ് കിടന്ന് ഓടിക്കളിക്കില്ലേ? അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കിടക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു ഭ്രാന്തൻ മനുഷ്യൻ, ഇത് രണ്ടും രണ്ടാ. കൈയും കാലും ഉണ്ട് എന്നുണ്ടെങ്കിലും ഭ്രാന്തനായി കഴിഞ്ഞാൽ തിരിച്ച് മനുഷ്യനാവാൻ എളുപ്പമാണ്, എളുപ്പമല്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകുന്ന നന്ദിതയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യമുണ്ട്, ചിരിക്കാം, കരയാം, എപ്പോൾ വേണമെങ്കിലും. പക്ഷെ പുറത്ത് മനുഷ്യരുടെ ഉള്ളിലേക്ക് കടക്കുന്ന സമയത്ത് അവൻ വീണ്ടും ഭ്രാന്തനാക്കപ്പെടുന്നത് അവിടെയാണ്. ഭ്രാന്തന് ഏതു നേരവും കാലിലൊരു ചങ്ങലയുണ്ട്, കണ്ടില്ലെങ്കിൽ പോലും. അവൻ ലിമിറ്റേഷൻസ് ഉണ്ട്. അടുത്തേക്ക് ആളുകൾ വരാൻ പേടിക്കും. പിന്നീട് നമ്മൾ അസുഖം മാറിപ്പോയാലും പിന്നീടും പേടിക്കും. ഇപ്പം നമുക്കൊരു തലവേദനയോ പനിയോ വന്ന പോലെ നമ്മൾ ഓടിപ്പോയിട്ട് ഒരു ഭ്രാന്താശുപത്രിയിൽ പോവില്ല. നമുക്കറിയാം എൻ്റെ മെൻ്റൽ സ്റ്റേജ് അത്ര സുഖമില്ല എന്നറിഞ്ഞാലും നമുക്ക് പോവാനൊന്ന് പേടിക്കും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ നോർമൽ ഹോസ്പിറ്റലുകളില്ലേ, അത്രത്തോളം തന്നെ ഭ്രാന്താശുപത്രികളും വേണം. അതിനുള്ള കാലഘട്ടം തന്നെയാണ് ഇന്ന്. പക്ഷെ എത്രയോ ആത്മഹത്യകൾ നടക്കുന്നു. അപ്പോൾ ഇതിന് ഞാൻ എഴുതിയിട്ടുണ്ട്, കുട്ടികൾക്ക് സൈക്കോളജിപരമായിട്ടുള്ള വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണില്ല. നമുക്ക് മോറലായിട്ട് ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്താണ് അവരുടെ മനഃശാസ്ത്രത്തെക്കുറിച്ച്. ഇപ്പോൾ നമുക്ക് സ്കൂളുകളിൽ കൗൺസിലേഴ്സ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് സ്വയം എന്തൊക്കെ നേരിടാം എന്ന് പറയുന്ന ഒരു ക്ലാസ് നമ്മൾ കൊടുക്കണ്ടോ? അത് മാത്രമല്ല, അതുപോലെ ഇപ്പോൾ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറയുന്നത് പോലെ ഇന്ന് വരുന്ന വഴിക്ക് ഞാനൊരു കുട്ടിയുടെ സ്റ്റോറി കണ്ടതാണ്. ആ കുട്ടി മുന്നേ ഉണ്ടായ ഒരു ബുള്ളിങ്ങിനെ പറ്റി എഴുതിയിട്ടതിന് ഒരു പോൾ ഇട്ടിരിക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് മെൻ്റലി ഉള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ശരിക്കും അധ്യാപകർക്കും കൗൺസിലിംഗ് അല്ലെങ്കിൽ പാരൻസിനും കൊടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമല്ലേ? ഇന്ന് എത്രത്തോളം അതിൻ്റെ ആവശ്യകത നിൽക്കുന്നുണ്ടാവും? നമ്മളാരും അമാനുഷികരല്ല. അതായത് പോലീസായി എന്ന് വിചാരിച്ചുകൊണ്ട് അയാൾക്ക് സങ്കടങ്ങളില്ലാണ്ടിരിക്കില്ല. ഒരു സൈക്കോളജിസ്റ്റ് ആയി എന്നതുകൊണ്ട് ഒരു ദുഃഖമില്ലാതിരിക്കില്ല. ഇതുപോലെ നമ്മളെപ്പോലെ പഠിച്ച് ജോലി കിട്ടി ഒരു ടീച്ചർ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് ടീച്ചർ ആവുന്നവരാ. അവരെന്തൊക്കെ സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും ആ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവുക, എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവർക്കും സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ട്രീറ്റും കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കണം എന്നില്ല. അപ്പോൾ അവർക്ക് ഇടപഴകാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളെപ്പോഴും മെൻ്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ്.
മെഡിസിൻ കഴിക്കേണ്ടി വരികയാണോ? തീർച്ചയായിട്ടും കഴിക്കണം. കാരണം ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അതും തോന്നിയ പോലെ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല. ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് സന്തോഷമായിട്ടും ചുറ്റുള്ളവർക്ക് താങ്ങായിട്ടും ചുറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നതും ചെറിയ കാര്യമല്ലല്ലോ. അത് തന്നെയാണ് അതിൻ്റെ ഉള്ള ഉത്തരവെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇപ്പോൾ പാരൻറ്റിങ് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കിത് വായിച്ച സമയത്ത് ത്രൂ ഔട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പം ഇതിലുള്ള ഓരോരുത്തരും ഓരോ മക്കളാണ്. ദിനേശ് ചേട്ടൻ എന്ന് പറയുന്നത് എത്ര വയസ്സുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളതെന്നുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളോ ആയിരിക്കും. അപ്പോൾ എനിക്കിതിൽ മോനിഷ ആയാലും പാർവതി ആയാലും ഇപ്പം നന്ദിതയുടെ അച്ഛനോട് നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നും തോന്നില്ല. പക്ഷേ അപ്പോഴും മറ്റേ ആ പ്രണയം എന്ന് പറയുന്നൊരു സംഭവത്തിലേക്ക് വരുന്ന സമയത്ത് ആ അച്ഛനും അവിടെ സ്വാർത്ഥനായി മകളെ വേറൊരു കല്യാണം കഴിക്കുകയാണ്. അതിപ്പോൾ വേറൊരു നല്ലൊരു കുടുംബത്തിലേക്കാണെങ്കിൽ പോലും ഇന്ന് കാലിക പ്രസക്തി വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ടോക്സിക് പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഉപദ്രവിക്കുന്നതോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിർബന്ധിച്ചൊരു കാര്യം ചെയ്യിക്കുന്നതോ മാത്രമല്ല, അവരെ മനസ്സിലാക്കായിക എന്ന് പറയുന്നതും കൂടെ ഒരു ടോക്സിസിറ്റിയാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്. അപ്പോൾ ഇതിലുള്ള ഓരോ ആ ഹോസ്പിറ്റലിൽ വന്ന് ആ രജിസ്റ്ററിൽ പേര് വെക്കുന്ന ഓരോ പേഷ്യൻസും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഈ ടോക്സിക് പാരൻറ്റിങ്ങിന് ഇരയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഇപ്പം നമ്മളിത് എത്ര പേര് ഒരു 4-5 കേസുകളായിട്ട് ഇപ്പോൾ ആ പെൺകുട്ടികളുടെ മരിച്ചു പോകുന്നതിനെ പറ്റി കേൾക്കുകയാണ്. ഇത് വിവാഹബന്ധത്തിലൂടെ ആണെങ്കിൽ പോലും കേസുകൾ ഉണ്ടാകുന്ന സമയത്ത് നിസ്സാരമല്ലല്ലോ. അപ്പോൾ ഈ പുസ്തകം എങ്ങനെയാണ് ഇന്നത്തെ ഒരു സമകാലിക സമൂഹത്തിൽ നമ്മുടെ ഒരു എല്ലാ മനുഷ്യരുടെയും മാനസിക നിലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? നമ്മൾ ഇപ്പോൾ കുട്ടികളാണെങ്കിലും വളർന്നു വലുതായാലാണെങ്കിലും നമ്മളൊക്കെ വ്യക്തികളാണ്. എല്ലാ വ്യക്തികൾക്കും ഇപ്പോൾ ഈ പറയുന്ന അമ്മയും അച്ഛനും എന്തൊക്കെ ഫേസ് ചെയ്തിട്ടായിരിക്കും ഈ മക്കളെ വളർത്തുണ്ടാവുക. അവരുടെ അമ്മയും അച്ഛനും അവരെ എങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഒരു അമ്മേനെ അച്ഛനെയും കണ്ടിട്ട് നമുക്ക് ചിന്തിക്കാം ഇതുപോലെ ആവരുത് ഞാൻ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം ഇതുപോലെ ആവണം ഞാൻ. ഈ കള്ളന്മാരെ മക്കൾ ചിലർ പോലീസുകാരാവും, ചിലർ കള്ളന്മാരാവും എന്ന് പറയണ പോലെ. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സിറ്റുവേഷനും. നമ്മൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ അമ്മയും അച്ഛനൊക്കെ നന്നായി ജീവിച്ച ഒരു ഫാമിലിയിൽ നിന്ന് വന്നൊരു കുട്ടി എപ്പോഴെങ്കിലും ഒരു ലവ് ഫെയിലിയർ ഉണ്ടായിട്ട് തകർന്നു പോകുന്നവരുണ്ട്. അപ്പോൾ എന്തു പറയും, ഇത്രയും നാൾ സുഖിച്ച് ജീവിച്ചിട്ട് ഒരു ചെറിയൊരു വിഷമം വന്നപ്പോഴേക്കും തകർന്നു പോയി എന്ന് പറയും. എല്ലായിടത്തും പിടിച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഇന്ന് ഇതിൽ പറയുന്നുണ്ട് നമുക്ക് വേണ്ടി സമയം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ഈ ഒരു നമുക്കറിയാം, ഇപ്പം എനിക്ക് മെൻ്റലി ഞാൻ ഡൗൺ ആണെന്ന് അറിഞ്ഞാൽ പോലും ഒരു കൗൺസിലിങ്ങിന് പോകാൻ തയ്യാറാവാത്ത അല്ലെങ്കിൽ വീട്ടിലതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്. ആ ആളുകളോട് എന്താണ് പറയാനുള്ളത്? ഈ വീട്ടിലറിയാതെ ഡോക്ടേഴ്സിനെ കാണാൻ പോകുന്ന ആളുകളുണ്ട്. നമ്മൾ സൊസൈറ്റി വലുതാവുക, അതിനനുസരിച്ച് നമ്മുടെ ഒറ്റയ്ക്കായ പ്രശ്നങ്ങളും കൂടുക. ഒറ്റയ്ക്കായ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് നമുക്ക് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ ഒരുപാട് പേരുണ്ടായിരിക്കും. ഇന്ന് നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ ആളെ അറിയില്ല, പക്ഷെ വേറെ ജില്ലയിലോ വേറെ സ്റ്റേറ്റിലോ ഉള്ള ആളുകളെ നമുക്കറിയാം. അത് നമ്മുടെ ഫോൺ വഴിയാണ്. അപ്പോൾ ഒറ്റയ്ക്കാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ഭ്രാന്താശുപത്രിയുടെ മുന്നിൽ ഓട്ടോറിക്ഷ ഇറങ്ങാൻ പേടിച്ചിട്ട് തൊട്ട് മുന്നിൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി പോകുന്ന ആൾക്കാരുണ്ടാവും. അത് ആ ലേബിൾ പേടിച്ചിട്ടാണ്, ഞാൻ ഭ്രാന്തിയാണോ, ഭ്രാന്താവോ, അല്ലെങ്കിൽ ആൾക്കാരെന്നെ എങ്ങനെ കാണും എന്ന് പേടിച്ചിട്ടാണ്. അതിൽ നിന്ന് മോചനം കിട്ടേണ്ട ഒരു ടൈമായി. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ച ചെയ്യണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശരീരത്തിനേക്കാളും വലിയ ആവശ്യമാണ്. ശരീരത്തിന് നമുക്ക് വയ്യെങ്കിലും നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ ആവശ്യം കൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ മെൻ്റലി നമ്മൾ വീക്കായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മരിച്ചോ ജീവിച്ചോ നമുക്ക് അറിയില്ല. അങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാത്തൊരു സമയം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടേഴ്സിനെ കാണണം. ഏതെങ്കിലും ഡോക്ടേഴ്സിനെ അങ്ങനെയല്ല, നമുക്കത് അറിയുന്ന, നമ്മൾ ഓക്കെ ആവാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ ഓക്കെ ആവുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യം. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചില്ലേ ഇവർക്ക് വേണ്ടി ജീവിച്ചില്ലേ എന്നല്ല, ഞാൻ എനിക്ക് വേണ്ടി ഒരു വലിയൊരു വൃത്താണ് എന്നുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു ഭാഗ്യമെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം. അത് നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. അത് തിരിച്ചറിയുന്നത് തൊട്ടിട്ടാണ് ഞാൻ എഴുതാൻ വന്നിട്ടുണ്ടാവുക. അങ്ങനെ തന്നെയായിരിക്കും ഓരോരുത്തർ എഴുതാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അവനവൻ്റെ മേഖലയിൽ തിളങ്ങിയിട്ടുണ്ടാവുക. തിരിഞ്ഞു നോക്കുന്ന ഒരു സമയം എല്ലാ മനുഷ്യർക്കും ഉണ്ടാവും. അവിടെ തോറ്റു പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് കുറച്ച് നാളുകൾക്ക് മുന്നേ ആത്മഹത്യ ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്കുണ്ടായ ഒരു പ്രഷറും നമുക്ക് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും മരിച്ചുപോയ ആൾക്കാരെ പറ്റിയാണ് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്,
ചിലപ്പോൾ ഞാൻ ആ സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ടായിരിക്കാം ഈ ആത്മഹത്യക്ക് ശേഷം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ബാക്കിയാവുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരുണ്ട്. ആ ആളുകളുടെ അവസ്ഥയെപ്പറ്റി എത്ര പേര് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര കുറവാണ്. വരും സഹതാപം രേഖപ്പെടുത്തും പോകും എന്നുള്ളതിനപ്പുറം ഈ മരിച്ച ആൾക്ക് പിന്നെ അതിനെപ്പറ്റി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഭ്രാന്തിൻ്റെ കാര്യവും. കാരണം അവർ സ്വബോധത്തോടു കൂടി ആയിരിക്കില്ലല്ലോ പലതും പറയുന്നുണ്ടാവുക. ഈ ഭ്രാന്ത് വന്ന അവരുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുടെ, ഈ ഭ്രാന്തിന് ശേഷമുള്ള ആ ബോധമുള്ള മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ഒരുപാട് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അവർ ഒറ്റയ്ക്കായി പോകുന്ന, അല്ലെങ്കിൽ മക്കളെ ഭ്രാന്താശുപത്രിയിലാക്കുന്ന, ഭർത്താവിനെ ഭ്രാന്താശുപത്രിയിലാക്കിയിട്ട് തിരിഞ്ഞു നോക്കാൻ പേടിക്കും. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞു എപ്പോഴെങ്കിലും നമ്മൾ തിരിഞ്ഞു നോക്കുന്നു, പക്ഷെ തിരിഞ്ഞു നോക്കാൻ പേടിക്കുന്ന സമയങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ അതൊക്കെ അതാ. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കുക ഇല്ലേന്ന് അറിയില്ല. തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന അവരുടെയൊക്കെ ഒരു അവസ്ഥയുണ്ട്. അത് ഏറ്റവും ക്രൂരമായ ഒരവസ്ഥയാണ്. അതായത് നമ്മുടെ വിധി എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന എന്തിനെയോ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണത്. അത് കഴിഞ്ഞ് ആ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് ലോകത്താണ്. ഒരാൾ മറ്റൊരു ലോകം, ഒരാൾ രാവിലെ എഴുന്നേക്കുണ്ടാവും, നോർമൽ ലൈഫുള്ള ആൾ രാവിലെ എഴുന്നേക്കുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൽ നമ്മൾ മരിച്ചുപോയ ഒരാളെ ഓർക്കും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആളെ ഓർക്കും. പിന്നെ ഒരു സമാധാനം എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ളത് മാത്രമാണ്. നമ്മളിപ്പോൾ ഇത്രയും നേരം അബ്നോർമൽ ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് സംസാരിച്ചത്. അബ്നോർമാലിറ്റിയിൽ നോർമലായിരിക്കുക എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രിറ്റൻഡ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ചില ഇടങ്ങളിൽ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഒറ്റക്കിരിക്കലുകളോ അല്ലെങ്കിൽ നമ്മുടെ കരച്ചിലുകളോ പുറത്ത് കാണിക്കാതിരിക്കേണ്ടി വരുന്ന പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു എനിക്ക് തോന്നുന്നു അബ്നോർമലായിട്ടിരിക്കുന്നവരെക്കാളും ബുദ്ധിമുട്ടാണ് അബ്നോർമാലിറ്റിയിൽ നോർമലായിട്ടിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിനോടുള്ളൊരു എന്താണ് ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ എന്താ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി പറയാനുള്ളത്? എല്ലാ മനുഷ്യരും ഒരു ഇത് അങ്ങനത്തെ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ ലൈഫിലും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. നമ്മളെ സന്തോഷം നമ്മളെല്ലാവരും കാണിക്കും, പക്ഷെ നമ്മുടെ ദുഃഖം നമ്മളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരല്ല. അത് നീണ്ടു നിൽക്കുന്ന ദുഃഖങ്ങളാണെങ്കിൽ പോലും എപ്പോഴും നമ്മളൊരു മുറിയിൽ ഒതുങ്ങി പോകുന്ന അവസ്ഥകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഞാനും അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരിച്ചു വരവ് നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും തിരിച്ചു വന്നേ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാനും പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഭ്രാന്ത് ഒരു പരിധി വരെയൊക്കെ ഒളിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഇന്നത്തെ സൊസൈറ്റിയിൽ. അങ്ങനെയുള്ളവരാണ് കൂടുതൽ. ഒരു പ്രശ്നവും ഇല്ലാത്ത ആളുകൾ ഇല്ല എന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളെ കൊണ്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അപ്പോൾ അതില്ലാത്തവരൊന്നുമില്ല. പക്ഷെ അത് നമ്മളെങ്ങനെ ഫേസ് ചെയ്യണു എന്നുള്ളിടത്താണ് നമ്മുടെ ദുഃഖത്തിൻ്റെ ആഴം. നമുക്ക് എന്തൊരു വിഷമം വന്നാലും അത് നമ്മളെ ബാധിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ നിന്ന് നമ്മൾ തിരിച്ചു വരില്ലേ, അതിൻ്റെ കാലയളവാണ് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് കുറഞ്ഞിരിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം. അങ്ങനെ തന്നെ ആവട്ടെ എല്ലാവരും. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു വെക്കുന്ന പോലെ അല്ലേ? അപ്പം ഈ പറയുന്ന പോലെ സെൽഫ് ലവിൻ്റെ കാലഘട്ടമാണിത്. എല്ലായിടത്തും സെൽഫ് ലവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എനിക്ക് പല സമയത്തും നമ്മൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലൂടെ ആണെങ്കിലും എപ്പോഴും സെൽഫ് ലവിനെ പറ്റി സംസാരിക്കുന്ന പല മനുഷ്യരും അതൊരു തരം അടിച്ചേൽപ്പിക്കലിലേക്ക് കൺവേർട്ടഡ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു കൺസെപ്റ്റിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്ന, ഇഷ്ടമുള്ള സ്ഥലത്ത് പോകുന്ന, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, ഇഷ്ടമുള്ള പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നൊരു സർക്കിളിലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. ഈ അടുത്ത് തന്നെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ എനിക്കും എൻ്റെ ചിന്തയ്ക്ക് കഴിഞ്ഞത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പറയുന്ന പോലെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരുതരം സെൽഫിഷ്നെസ്സിലോട്ട് കൺവേർട്ടഡ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് ആളുകൾ അതിനെ, ആ ഒരു ബോധത്തിനെ മാറ്റപ്പെടുന്നുണ്ട് പല ആളുകളിൽ നിന്നും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് എൻ്റെ മാത്രം, എനിക്ക് മാത്രം, താൻ എന്നുള്ള ഒരു ഇത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എല്ലാവർക്കും ഒന്നും അങ്ങനെയല്ല. എല്ലാ കാലത്തും അവനവന് എന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴാണെങ്കിലും നമുക്കൊരു സ്പേസ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം. അത് പ്രൈവസി എന്നൊന്നും ഞാൻ പറയണില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഞാൻ എപ്പോഴും സെൽഫ് ലവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എന്നെ സ്നേഹിക്കുന്ന ആളാണ്. എനിക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എൻ്റെ മുന്നിലും അങ്ങനെ ഒരുപാട് പേരുണ്ട് എന്ന് കരുതി അവരെല്ലാവരും അവരുടെ ലൈഫിൽ ഹാപ്പി ആണെന്നൊന്നുമില്ല.
സെൽഫ് ലവ് ഉള്ളവരൊക്കെ ഹാപ്പിയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമൊന്നുമില്ല. അതിൽ നിന്ന് അല്ലെങ്കിൽ ദുഃഖങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു പുറംചട്ടയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും മനുഷ്യന്മാർ വേണം. തനിച്ച് ജീവിക്കുക എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കാനും നോക്കിയിരിക്കാനൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാവും. അത് രണ്ടു തരത്തിൽ ചെയ്യാം, ബാധ്യതയായിട്ടും ചെയ്യാം, ഇഷ്ടം കൊണ്ടും ചെയ്യാം. അപ്പൊ ഇഷ്ടം കൊണ്ട് ചെയ്യുമ്പോൾ അതൊരു സെൽഫ് ലവിൽ അതും കൂടി ഒരു പാർട്ടായിട്ട് വരും. അത്ര മാത്രമേ ഉള്ളൂ. നന്ദിത എന്ന് പറയുന്നതാണ് ഈ കഥ കൊണ്ടുപോകുന്ന ഒരാൾ. അപ്പം നന്ദിത എന്ന് പറയുന്ന ആളുടെ ആ ഒരു ജീവിതം ഈ കഥയിൽ നമുക്ക് വളരെ പ്ലെയിനായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന ഒരു അവിഹിതം എന്ന് പറയുന്നതിലൂടെ പോയതിന് ശേഷം ഭ്രാന്തിയിലേക്ക് പോകുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമുക്ക് ഒരാളെ ഒന്നും തികയില്ല എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പല മനുഷ്യരും പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ നമുക്ക് കൂടെയുള്ള ആൾ നമ്മൾ അയാൾക്ക് വേണ്ടി ഇടുന്ന എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കുന്ന സ്നേഹം, പ്രയോറിറ്റി ഇതൊന്നും മനസ്സിലാവാത്തതിനാൽ നമ്മൾ വേറൊരു ഇടം തേടുന്ന അവസ്ഥയുണ്ട്. അതേസമയം ഈ കൂടെ നിൽക്കുന്ന ആൾ അയാളുടെ 100% കൊടുത്തിട്ടുമാണ് നിൽക്കുന്നത്. എന്നാലും എനിക്കിത് തികയില്ല, അപ്പുറത്തൊന്ന് പോയി നോക്കിയെങ്കിലേ സമാധാനം ആവുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു അടുത്തിടെയായിട്ട് ഞാൻ കാണുന്ന ഒരുപാട് മനുഷ്യരിലും അതുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഒരു മനുഷ്യന് ഒരു അതായത് പ്രത്യേകിച്ച് ഇതിലിപ്പോൾ ഒരു പ്രണയം അല്ലെങ്കിൽ കല്യാണം കഴിച്ചൊരു ഭർത്താവ് എന്ന് പറയുന്നൊരു ഇതിൽ നിൽക്കുന്ന ഒരാളാണ് നന്ദിത. അവിടെയാണ് അവർക്ക് വിള്ളൽ വരുന്നത്. കാര്യം വെറും ഒരു ഇപ്പം ഞാനും ചേച്ചിയും ഒരു സുഹൃത്താണ്, എനിക്ക് മറ്റൊരു സുഹൃത്ത് ഉണ്ടാകുക എന്ന് പറയുന്നത് പോലെ അല്ലല്ലോ ഇവിടെ നന്ദിതയ്ക്ക് വേറൊരു ബന്ധം ഉണ്ടാവുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർ ഉള്ള ഒരാൾക്ക് മറ്റേ ആൾ തികയാതെ വരുന്നത്? നമ്മുടെ ഒക്കെ കുറേയൊക്കെ നമ്മുടെ ചിന്താഗതിയായിരിക്കും. നമുക്ക് ഒരു ഡ്രസ്സ് പോരാ, ഒരു ചെരുപ്പ് പോരാ എന്നുള്ളത് പോലെ തന്നെയായിരിക്കും നമുക്ക് ഒരു പാർട്ട്ണർ പോരായിരിക്കാം. ഓരോ മനുഷ്യനും അതിന് ഓരോ ഡിഫൈൻ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ എനിക്ക് കേട്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ഞാൻ പറയാണ്, ഞാൻ എൻ്റെ പാർട്ട്ണർക്ക് 100% കൊടുക്കുന്നുണ്ട് എന്ന് പറയാമെന്ന് വിചാരിക്കാം. അപ്പോൾ എൻ്റെ പാർട്ട്ണർ പറയുന്നിടത്താണ് എനിക്കത് കിട്ടുന്നുണ്ടോ എന്നുള്ളിടത്താണ് ആ ക്വസ്റ്റ്യൻ. ഞാൻ നിനക്ക് എല്ലാം തരുന്നില്ലേ എന്ന് കൂട്ടിലടച്ചൊരു തത്തോട് പറയുന്ന പോലെ ആയിരിക്കാം. നമുക്ക് എല്ലാം തരുന്ന ആളായിരിക്കാം, നമുക്കൊരു കുറവും വരുത്തുണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണോ അത് നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതായിരിക്കാം. ലൈഫ് കടന്നു പോകുന്ന സമയത്ത് ചതിച്ച് കല്യാണം കഴിച്ച ആൾക്കാരുണ്ടായിരിക്കാം. അഫയേഴ്സ് ഉള്ളത് മറച്ചു വെച്ച് കല്യാണം കഴിച്ചവരുണ്ടാവാം. കല്യാണം കഴിഞ്ഞ് ഇന്ന് നോർമലായി ഒരുപാട് പേർക്ക് ഇടപഴകാനുള്ളൊരു സാഹചര്യം കൂടി ഇന്നുണ്ട്. അപ്പോൾ ലൈഫിലേക്ക് കടക്കുമ്പോൾ പ്രണയം നശിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ. എല്ലാ മനുഷ്യനും പ്രണയം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അത് നോർമലി ഒരു ഫാമിലിയിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കുട്ടികളായി, കുടുംബമായി, വീട്ടിലെ കാര്യങ്ങളായി അതിൽ നിന്ന് എപ്പോഴാണ് പ്രണയിക്കപ്പെടാൻ പറ്റുന്നത് എന്നുള്ളത് അറിയില്ല. പ്രണയത്തിന് എപ്പോഴും ഒരു മാസ്മരികമായൊരു വലയുണ്ട്. അതൊരു പക്ഷെ പുറത്തുനിന്നായിരിക്കാം. ഇന്നത്തുള്ള കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ആളുകൾ അങ്ങനെ തേടി പോകുന്നതിനുള്ള പ്രധാന കാരണം. നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ പറയാം. KP രാമനുണ്ണി എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ വിധാതാവിൻ്റെ ചിരി എന്ന് പറയുന്ന കഥകളുടെ ഒരു പുസ്തകമുണ്ട്. അതിലൊരു കഥയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിലെ രണ്ടുപേര് ഇതുപോലെ പ്രണയത്തിലാവുന്ന രണ്ടുപേര് വിവാഹം കഴിക്കാത്തവരാണ്. പക്ഷെ അതിലെ ആ നായകനോട് പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊരിക്കലും കല്യാണം കഴിക്കണ്ട. കല്യാണം കഴിച്ചാൽ എനിക്ക് അതിലെ പ്രണയം നഷ്ടപ്പെട്ടു പോവുമോ എന്ന് പേടിയുണ്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് ഇവർ രണ്ടുപേരും കാണുന്നതും മിണ്ടുന്നതും ഒരു ഓഫീസിലാണെങ്കിൽ പോലും വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ്. വെച്ചാൽ കൂടെയുള്ള ആളുകൾ കാണുമോ കേൾക്കോ എന്തെങ്കിലും പറയുമോ എന്നൊക്കെ ഉള്ളൊരു സംഭവം. എനിക്ക് ഇന്നത്തെ കാലത്ത് എനിക്ക് അത്ഭുതകരമായി തോന്നുന്നൊരു സംഭവം അതാണ്. കാരണം ഇന്ന് നമുക്കൊരു അവിഹിതമായാലും വിഹിതമായാലും ഉണ്ടാകുമ്പോൾ അതറിയാൻ വളരെ സാധ്യത കൂടിയൊരു കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് ക്ലാസ്സിലുള്ള ഒരാളോടാണെങ്കിലും വേറൊരാളോടാണെങ്കിലും ഒരിഷ്ടം പറയാൻ പേടിയാണ്. അല്ലെങ്കിൽ അവരുടെ അടുത്ത് അത് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ അവരെ നേരിട്ട് ഒന്ന് പോയി കാണാൻ ഒക്കെ നമ്മൾ ഒളിച്ചും പതുങ്ങിയും ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്നും ഒളിച്ചും പതുങ്ങിയൊക്കെ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അവിഹിത കഥകളോ അല്ലെങ്കിൽ വേറൊരു മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉള്ള ആളുകളോ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇത്രയും ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ വാട്സപ്പ് സാധ്യതകൾ ഒരുപാടല്ലേ, ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് പേടിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവർ ഒരുമിച്ച് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകുന്നതോ ഒരു ഫോട്ടോ ഇടുന്നതോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭയം, ഇതിൽ സ്നേഹം തന്നെയാണെല്ലാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ മേ ബി എൻ്റെ ഉള്ളിൽ അത്രത്തോളം പുരോഗമനമുള്ളൊരു ക്യാരക്ടർ ഇല്ലാത്തത് കൊണ്ടും ആവാം ഞാനിങ്ങനെ ചിന്തിക്കുന്നത്.
അപ്പോഴീ പറയുന്നത് പോലെ ഒരു ഒരു ധൈര്യം ഉണ്ട് ആളുകൾക്ക് ഇപ്പോൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ളൊരു ധൈര്യം. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ ഞാൻ ഇതാണെന്ന് പറയാൻ ഞാൻ ആരെ പേടിക്കണം എന്ന് മാധവിക്കുട്ടി പറഞ്ഞിട്ടുള്ള ഒരു കോട്ട് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ ഇന്നത്തെ കാലത്ത് മറച്ചു വെക്കണ്ട ഞാൻ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആളുകൾ ഇന്നുണ്ട്. അതൊരു കണക്കിന് ധൈര്യമാണ്, ഒരു കണക്കിന് അവനവൻ്റെ ഐഡൻറ്റിറ്റിയും കൂടിയാണ്. അപ്പോൾ അവരത് ചെയ്യട്ടെ എന്ന് തന്നെയാണ് പറയാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം അത് എല്ലാവർക്കും ആ ധൈര്യം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. ചിലത് നഷ്ടപ്പെടരുത് എന്ന് കരുതി മറച്ചു വയ്ക്കുന്നുണ്ടാവും. ചില ആൾക്കാർ എൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ്, അതിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതുന്നവരുണ്ടായിരിക്കും. അതിൽ നിന്ന് തന്നെയായിരിക്കണം ഇത്തരം ചിന്തകളൊക്കെ ആളുകൾക്ക് വന്നിട്ടുള്ളത്. പിന്നെ സൊസൈറ്റി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഉൾപ്പെടുന്ന ഇന്ന് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്യണു എന്നുണ്ടെങ്കിൽ അത് കണ്ട് എന്തെങ്കിലുമൊക്കെ പ്രചോദനം ഉൾക്കൊണ്ട് അത് മറ്റൊരാൾ ചെയ്യും. അപ്പോൾ അത് കാണാനുള്ള മാധ്യമങ്ങൾ ഇന്ന് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വരും. ഇനിയുള്ള തലമുറ ഇതിനപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇല്ല. അപ്പോൾ കഴിഞ്ഞതാണെങ്കിലും നമ്മൾ മിഡിൽ നിൽക്കുന്നവരാ. നമ്മുടെ മുമ്പത്തെ തലമുറയെ നമുക്കറിയാം, ഇനി വരുന്ന തലമുറ എങ്ങനെയാവുമെന്ന് നമുക്കറിയാം. അതിൽ പെട്ടുപോയ ഒരാൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോൾ ഇനിയുള്ള ഇതൊക്കെ നമ്മുടെ ഒരു പ്രാക്ടീസിൻ്റെ ഭാഗമാണ് നമ്മുടെ ലൈഫിൽ. എന്ത് കണ്ടാലും അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഭ്രാന്തിനെ പറ്റി പുസ്തകത്തെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എഴുത്തുകാരിയിലേക്ക് വരാം. ഈ പുസ്തകം ആശുപത്രി പശ്ചാത്തലമായിട്ട് എഴുതിയതിനെ പറ്റി ഞാൻ നേരത്തെ ചോദിച്ചു. ഇങ്ങനൊരു ആശയത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഒരു കൗൺസിലിംഗ് ഡിപ്ലോമ ചെയ്തതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണോ? അത് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഒരു രഹസ്യമാക്കി വെക്കാനാണ് എനിക്കിഷ്ടം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കൺമുന്നിലെ കാഴ്ചകളാണ് അതിലുള്ളത് മുഴുവൻ. അത് എങ്ങനെ വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഞാൻ ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടോ എന്ന് ഡിഫൈൻ ചെയ്യാം, ഞാൻ കൗൺസിലർ ആയതുകൊണ്ടാണോ എന്ന് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെങ്കിലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, ജയിലിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്, ഭ്രാന്താശുപത്രിയിൽ കിടന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇതൊക്കെ എഴുതാൻ വേണ്ടി ഞാനുണ്ട് എന്ന് പറയുന്നത് തന്നെയായിരിക്കും അതിൻ്റെ ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ ഇതൊരു DC ബുക്സിൻ്റെ ഇംപ്രിൻ്റായ സെഡോറയിൽ ഇറങ്ങിയ പുസ്തകമാണ്. നമ്മൾ എപ്പോഴും എനിക്ക് തോന്നുന്നു ഞാനാണെങ്കിലും ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ടിട്ട് വായിച്ചു തുടങ്ങുന്നത് DC ബുക്സ് ഇറക്കിയിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പം എപ്പോഴും നമ്മൾ എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് DC ബുക്സിൻ്റെ ബാനറിൽ ഒരു ബുക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിട്ടുള്ള ആളുകളായിരിക്കണം. ഇതിപ്പോൾ ഒരു ഇംപ്രിൻറ്റിൽ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് ഒബ്വിയസ്ലി അങ്ങനെയാണ്. പക്ഷേ ആ ഒരു ഇംപ്രിൻറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് ആളുകളുടെ എങ്ങനെ സ്വീകരിക്കും, ആ ഒരു സ്വീകാര്യത, ഒരു ഇംപ്രിൻറ്റിനെ മറ്റുള്ളവർ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ ഒരുമിച്ച് ഞാൻ ചോദിക്കാം. അതുപോലെ തന്നെ ഒരു ബ്രാൻഡ് നെയിമിൽ നിന്ന് മാറിയിട്ടൊരു ഇംപ്രിൻറ്റിലേക്ക് വരുന്ന സമയത്തുള്ള വ്യത്യാസം, ഇതെങ്ങനെയാണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്? ചേച്ചിക്ക് എങ്ങനെയായിരുന്നു? ചേച്ചി സെഡോറയിലേക്ക് പുസ്തകം അല്ലെങ്കിൽ സെഡോറയിൽ പുസ്തകം ഇറങ്ങുന്നു എന്ന് പറയുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന ഒരു ചിന്തയുണ്ടാവും, ഇതെങ്ങനെയായിരിക്കാം. കാര്യം ആദ്യമായി തുടക്കമാണ്. അപ്പം എന്തൊക്കെയാണ് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ചിന്തകൾ? എനിക്കുണ്ടായ ചിന്തകൾ, ആദ്യത്തെ ഈ ലാംഗി അടക്കമുള്ള ഏത് പുസ്തകം ഇറങ്ങുന്ന സമയത്തും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്നെക്കുറിച്ച് ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ള ആളൊന്നും അല്ല കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ നടക്കുമോ എന്നുള്ള വലിയൊരു പേടി എപ്പോഴും ഉള്ളിൽ കിടക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ടിട്ട് ഞാൻ ഒരിക്കലും DC പോയിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു എഴുത്തും ഞാൻ വലിയ പബ്ലിക്കേഷനൊന്നും അയച്ചിട്ടില്ല. എൻ്റെ കൺമുന്നിൽ കാണുന്ന എങ്ങനെയെങ്കിലുമൊക്കെ എത്തിപ്പെടുന്ന ഒരു പബ്ലിക്കേഷനെ ഞാൻ കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ ഒരു ധൈര്യത്തിൻ്റെ മുകളിലാണ് ഞാൻ DC അയച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മാൻകൈൻഡിനെയും കൂടിയാണ്. സാവി ചേട്ടൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ അയച്ച് കൊടുക്കുന്ന ഒരു ടൈമിൽ വരുമോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവരെടുത്തു എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതിൽ ഇംപ്രിൻ്റ് ആണ് എന്ന് പറഞ്ഞ സമയത്ത് അതിൽ വന്നാൽ നന്നാവോ ഇല്ലേ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. പിന്നെ ഒരു സമാധാനം എന്താ വിചാരിച്ചത്, ഇതിന് മുമ്പുള്ള പുസ്തകങ്ങളൊക്കെ വായനക്കാരുടെ കൈകൊണ്ടാണ് ഇത് ഇത്ര എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കോൺഫിഡൻസിലോ അത് ഇറങ്ങിയ പബ്ലിക്കേഷൻസ് ഒന്നും, ഇപ്പോൾ ലാംഗിയൊക്കെ ആദ്യം ഇറങ്ങിയിട്ടുണ്ടായിരുന്ന പബ്ലിക്കേഷനെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പോലും അതൊന്നും ആരും പ്രൊമോട്ട് ചെയ്തിട്ടൊന്നുമല്ല. അപ്പോൾ വായനക്കാരിന്ന് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ വായിച്ചിട്ടുള്ള, റീൽസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ള ഒരുപാട് വേദികളുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ എനിക്ക് എപ്പോഴും എൻ്റെ വായനക്കാരെ വിശ്വസിച്ചാൽ മതിയല്ലോ, പബ്ലിക്കേഷനേക്കാളും കൂടുതൽ എന്ന് തന്നെ ഇവിടെ പറയണം. അത് തന്നെയായിരുന്നു ഇവിടെയും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എഴുത്തുകാരിയായ നയന വൈദേഹി സുരേഷിനെയും വായനക്കാരിയായ നയന വൈദേഹി സുരേഷിനൊക്കെ നമുക്കിപ്പോൾ പരിചിതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് നയന എന്ന് പറയുന്ന വ്യക്തി, എന്താണ് നയന എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി
വായനക്കാരോട് പറയാനുള്ളത്? അമ്മ, ഭാര്യ, ഇതൊക്കെ തന്നെയാണ് പ്രധാന അടുത്ത പദവികൾ, ഇല്ലെങ്കിൽ അതാണ് ആദ്യത്തെ പദവികൾ. അത് കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനും എഴുതാൻ വരുന്നത്. എന്നെ ശല്യം ചെയ്യാത്ത മക്കള്, എഴുതെന്ന് പറയുന്ന ഹസ്ബൻഡ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് എഴുതാൻ പറ്റണത്. ഇനി ഒരുപാട് പ്ലാനുകളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അതും ആദ്യം ഷെയർ ചെയ്യുക അവരോട് തന്നെയാണ്. അവർ തന്നെയാണ് ഫുൾ മോട്ടിവേഷനും കളിയാക്കുന്നതും ആദ്യത്തെ വിമർശകരും ആദ്യമായിട്ട് സന്തോഷിക്കുന്നവരൊക്കെ അവിടെ തന്നെയാണ്. അങ്ങനെ ഒരു അല്ലെങ്കിൽ കാണികൾ എന്ന് പറയാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, അതൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നത് വലിയ കാര്യം. അതിൽ ഹാപ്പി ആയിട്ട് പോകും. ഇപ്പം നമ്മൾ ഈ ഭ്രാന്തിൻ്റെ നിറത്തിൽ ഉള്ള കഥാപാത്രങ്ങൾ ഉണ്ടല്ലോ, ഇവരെയൊക്കെ എനിക്ക് വായിച്ചപ്പോൾ പലരെയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി റിയൽ ലൈഫിൽ. ഇപ്പോൾ ചേച്ചിക്കായാലും അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ അറിയാവുന്നവരോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോയിട്ടുള്ള മനുഷ്യരൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. അല്ലെങ്കിൽ നമുക്കും വന്നു പോയിട്ടുള്ള കുറേ അവസ്ഥകളൊക്കെ തന്നെയാണ് ഇതിലെ വലിയ നീളൻ പേരുകളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വായിച്ചിട്ട്, പുസ്തകം വായിച്ചപ്പോൾ 3-ാം പതിപ്പിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ പുസ്തകം വായിച്ചിട്ട് ഈ അവസ്ഥയിലൂടെ കടന്നു പോയ ആളുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരെ അറിയാവുന്ന ആളുകളോ എന്തെങ്കിലും വിമർശനമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും രേഖപ്പെടുത്തിയതിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ? ഇത് ഞാനാണ്, എൻ്റെ അവസ്ഥകളാണ് എന്ന് പറഞ്ഞവരാണ് ഇത് വായിച്ചിട്ടുള്ള മിക്ക ആൾക്കാരും. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ ആയിട്ടായിരിക്കും കണക്റ്റ് ആവുണ്ടാവുക എന്ന് പറയണ പോലെ. അപ്പോൾ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഞാനെപ്പോഴും ഓരോ മനുഷ്യരെ കാണുമ്പോഴും ഒരു മനുഷ്യൻ എന്നുള്ള അപ്പുറത്തേക്ക് ഒരു കഥയും കൂടിയായിട്ടാണ് കാണുക. എല്ലാവർക്കും ഓരോ കഥകളുണ്ടാവും. ഇതേ പോണ ഒരു മനുഷ്യൻ എന്ന് പറയുന്നതിനേക്കാളും ഇതേ പോണ ഒരു കഥ എന്ന് പറയുന്നതിനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിലുള്ളത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയായിരിക്കും. ഇതിൽ നന്ദിത പഴയ കാര്യത്തെ പറ്റി ആലോചിക്കുന്ന സമയത്ത് രജുവിൻ്റെ വീട്ടിലേക്ക് വീണ്ടും അച്ഛൻ കല്യാണാലോചനയും കൊണ്ട് ചെന്നു എന്ന് പറയുന്നൊരു കാര്യം പറയുന്നുണ്ട്. രജുവാൽ തന്നെ മോശമാക്കപ്പെട്ട ഒരു സ്ത്രീയാണ് നന്ദിത എന്ന് പറയുന്നത്. അപ്പോൾ അതേ രജുവിനെ കല്യാണം ആലോചിച്ച് ചെല്ലുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ ആ വീട്ടുകാർ കേൾക്കേണ്ടി വരുന്നത് ഭ്രാന്തുള്ള പെണ്ണാണ്, പോരാത്തതിന് സ്വഭാവദൂഷ്യം. ഈ പോരാത്തതിന് സ്വഭാവദൂഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പകൽമാന്യർ, അതാണായാലും പെണ്ണായാലും എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ നന്ദിത അല്ലെങ്കിൽ രജുവിനെ ചിത്രീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇപ്പം ഒരാണായാലും പെണ്ണായാലും വേറൊരാളാൽ ആ രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുക അല്ലെങ്കിൽ അവർ കൺസേണോട് കൂടി ആണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വശത്ത് നിൽക്കുന്ന ആൾ ഗ്ലോറിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരാൾ ഗ്ലോറിഫൈ ചെയ്യപ്പെടുക എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണോ ഉള്ളതെന്ന് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഈ കൂടെ കൊണ്ട് നടക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെ എപ്പോഴും നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടില്ലേ, സെലിബ്രിറ്റീസിൻ്റെ കൂടെ നടന്ന് ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ അതൊരു ക്രേസായി നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, സാധാരണക്കാരെ പറ്റാത്ത ആളുകൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഒരു സ്റ്റാൻഡേർഡ് വിചാരിക്കുന്ന ഒരു സൊസൈറ്റി കൂടി നമുക്കുണ്ട്. അത് തന്നെയാണ് അതിൻ്റെ കാരണം. ഇനി എന്തെങ്കിലും ഞാൻ ഒരു മോശപ്പെട്ട ഒരാളുടെ കൂടെ നടക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഞാൻ മോശമാണ് എൻ്റെ കൂടെ ഒരാൾ നടക്കുന്ന സമയത്ത്, അത് എത്രമാത്രം അവരെ ബാധിക്കും എന്നുള്ളതും കൂടിയാണ് അവിടുത്തെ ഉത്തരം. നമുക്ക് അവസാനിപ്പിക്കാം, കൂടുതലൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഇത് വായിച്ചവരോടും വായിക്കാൻ പോകുന്നവരോടും പറയാനുള്ളത്? ഭ്രാന്തിൻ്റെ നിറം ഇപ്പോൾ എല്ലാവരും പറയുന്ന, അല്ലെങ്കിൽ വായിച്ചവരൊക്കെ പറയുന്ന പോലെ എവിടെയെങ്കിലൊക്കെ നിങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഭ്രാന്തിൻ്റെ നിറത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഒരു നീണ്ട വലിയൊരു കഥയാണ് എന്നൊന്നും പറയണില്ല, പക്ഷെ ഇത് മനസ്സറിഞ്ഞിട്ടുള്ള ഒരു കഥയാണ്. അതിൽ എൻ്റെ മനസ്സുണ്ട്, എൻ്റെ സ്നേഹമുണ്ട്, എൻ്റെ ദുഃഖമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ട ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭംഗി അതിനുണ്ട് എന്ന് തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കുറേ ചോദ്യങ്ങൾ കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. ഒരുപാട് ഇൻ്റർവ്യൂ ഒക്കെ ഇതുപോലെ പോയിട്ടുണ്ട് ഇപ്പോൾ ബുക്കൊക്കെ എഴുതി വന്നതിനൊക്കെ ശേഷം. പക്ഷെ ഇത്രയും നല്ല ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ പറ്റുന്ന ആളുകൾ വളരെ കുറവാണ്. വളരെ നല്ല ചോദ്യങ്ങളാണ്. ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരത്തിന്. കറുപ്പ്, ചുവപ്പ്, നീല, മഞ്ഞ, മഴവില്ലിലെ കളറുകൾക്കപ്പുറം ഭംഗിയുള്ള ഒരുമിച്ച് കൂടിച്ചേരുമ്പോഴുള്ള കളറുകൾ വളരെ കുറവാണ്. പക്ഷെ ഇതിലുള്ള ഈ 4 നിറങ്ങൾക്ക് തിരിച്ചറിവുകളുടെ ഭംഗിയുണ്ട്. എല്ലാവരും വായിക്കണം ഭ്രാന്തിൻ്റെ നിറം. നമ്മൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഓരോ മനുഷ്യരും ഓരോ വരികളുടെ ഇടയിലും ഭ്രാന്തമായി തന്നെ അത് പുറത്ത് പറയാത്തവരും പുറത്ത് പറഞ്ഞവരും ഒക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. നന്ദി.